അപ്പോൾ തൊട്ടിലിൽ കിടന്നൊരു കുഞ്ഞ് സംസാരിക്കുക എന്നുള്ള ലോക ചരിത്രത്തിലെ തന്നെ അത്യപൂർവമായ സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, അത് ലോക ചരിത്രത്തിൽ ആകെ ഉണ്ടായത് പിന്നെ 3 തവണയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു സംഭവം യേശു തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചാണ്. പക്ഷെ ഇതിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ദിസ് സ്റ്റോറി ഈസ് ടോട്ടലി അൺനോൺ ടു ദി ബൈബിൾ. ബൈബിളിൽ പരാമർശം പോലും ഇല്ല. അത് പിന്നെ അതായത് ബൈബിളിൽ പുതിയ നിയമത്തിലാണല്ലോ, ന്യൂ ടെസ്റ്റമെന്റിലാണല്ലോ ഈ സംഭവങ്ങൾ പിന്നെ ഉള്ളത്, യേശുവിൻ്റെ ഒരു ജീവിതം വരുന്നത്. അപ്പം അതിൽ ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, അത് ജോസഫുമായിട്ട് കല്യാണം കഴിഞ്ഞ രീതിയിലാണ് ബൈബിൾ ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത്, യേശുവിൻ്റെ അമ്മയെ ഈ രീതിയിൽ അവിടുത്തെ സമൂഹം ചോദ്യം ചെയ്ത സമയത്ത് ഉമ്മാൻ്റെ ഒരു റെസ്പെക്റ്റ്, അതായത് ഉമ്മാൻ്റെ ഒരു ഹോണറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തൊട്ടിലിൽ കിടന്ന് യേശു സംസാരിച്ചു എന്നുള്ളൊരു അത്ഭുതം പടച്ചോൻ്റെ ഇടപെടലിൻ്റെ ഫലമായി ഉണ്ടായി എന്ന് പറയുന്ന ലോകത്തിലെ ഒരേ ഒരു മതമാണ് ഇസ്ലാം. ഇത് ഒരേ ഒരു വേദഗ്രന്ഥമാണ് ഖുർആൻ, ഒരേ ഒരു പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ മുസ്ലിങ്ങളെ എങ്ങനെയാണെന്ന് ക്രിസ്ത്യാനികൾക്ക് മുന്നിൽ ചിത്രീകരിക്കപ്പെടുന്നത് നമ്മൾ ആലോചിച്ചു നോക്കാം.